ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഭരദ്വാജോൽപ്പത്തി. ഒരു നാൾ ഭരദ്വാജൻ ഗംഗയിൽ കുളിപ്പാനായി വിരവിൽ ചെന്ന നേരം കണ്ടിതു ഹൃദാജിയെ. മാരുതഹൃദാംബരയാം അവൾ തന്നെ കണ്ടു. മാരനുവശനായി മാമുനിയതു നേരം ഇന്ദ്രിയസ്ഖലനം വന്നതിനെ ദ്രോണി തന്നിൽ അന്നേരമാക്കിക്കൊണ്ടാൻ അതിൽ നിന്നുണ്ടാകയാൽ ദ്രോണനെന്നതു തന്നെ നാമധേയവും ചൊന്നാൻ. ആനന്ദം കൊണ്ടു സാംഗവേദവും പഠിപ്പിച്ചു. ഭരദ്വാജനു സഖിയാകിയ പൃഷദനാം ധരിത്രീപതിസുതൻ ദ്രുപദന്നതുകാലം ദ്രോണരോടൊരുമിച്ചു പഠിച്ചു വിദ്യകളും സുരലോകവും പുക്കു പൃഷദമഹീപതി. നരപാലകനായാൻ ദ്രുപദൻ അതുകാലം ഭരദ്വാജനും ശാരദ്വതിയെ വേട്ടു. പിന്നെ ഭരദ്വാജാത്മജനായ അശ്വത്ഥാമാവുമുണ്ടായി. പുത്രനെ വളർപ്പതിനർത്ഥമില്ലായ്ക മൂലം അർത്ഥിച്ചു ഭാർഗവനോടവനും അതുനേരം അർത്ഥമെപ്പേരും ദാനം ചെയ്തു പോയിതു നിനക്കസ്ത്രസംഹാര പ്രയോഗാദികൾ പഠിപ്പിക്കാം എന്നതു കേട്ടു ഭരദ്വാജനും ധനും വേദം നന്നായി പഠിച്ചിതു ഭാർഗവൻ തന്നോടപ്പോൾ. ദ്രുപദൻ തന്നെ ചെന്നു കണ്ടിതു സഖിയെന്നോർത്തവനും അധിക്ഷേപിച്ചുര ചെയ്തിതു പാരം. വിദ്യാർത്ഥശ്രുതപ്രജ്ഞ ശൗര്യാദി ഗുണങ്ങൾ കൊണ്ടൊത്തവരോടെ സഖ്യമുണ്ടാവിതെല്ലാവർക്കും. പുഷ്ടനും വിപുഷ്ടനും തമ്മിൽ സഖ്യവുമില്ല. രുഷ്ടനാം ദ്രുപദനും ഇങ്ങനെ പറഞ്ഞപ്പോൾ പുത്രനും ശിഷ്യന്മാരുമായവർ പുറപ്പെട്ടു ഹസ്തിനപുരത്തിങ്കൽ ചെന്നു. പുക്കതു നേരം ബാലന്മാർ പലരുമായി വീടയാ കളിക്കുമ്പോൾ കാലജാങ്കൂലിയം അന്ധുവിൽ വീണുപോയി. വീടയും അതിനോടുകൂടവേ വീണ നേരം ക്രീഡയും മതിയാക്കി അതിനെ എടുപ്പാനായി അന്ധുവിൻകരെ സ്വൽകണ്ഠന്മാരായി എല്ലാവരും അന്ധന്മാർ ഉപായമില്ലാഞ്ഞു നിൽക്കുന്നേരം ആസന്നബലിതനായി ശ്യാമനായി കൃശാങ്കനായി ഭൂസുരോത്തമൻ ചിരിച്ചവരോടുര ചെയ്തു. വീടയും മുദ്രികയും ഞാൻ ഈഷികളാലെ പീഡ കൂടാതെ എടുത്തിടുവൻ. നിങ്ങൾ മമ ഭോജനം തന്നിടുവൻ എന്നതു കേട്ടു ധർമ്മരാജനന്ദനൻ ചൊന്നാൻ. ഇഷ്ടാഷ്ടി തരുവൻ ഞാൻ. അന്നേരമിഷികൾ മേൽക്കുമേൽ പ്രയോഗിച്ചിട്ടന്യോന്യ സമായോഗാൽ വീടയും എടുത്തിതു. ധന്യനാം ദ്രോണാചാര്യൻ മുദ്രയും അതുനേരം വന്നിതു. കുമാരന്മാർക്കുള്ളിൽ അത്ഭുതമേറ്റം അഭിവാദ്യവും ചെയ്തു ചോദിച്ചു. കുമാരന്മാരഭിലാഷങ്ങൾ നൽകാം ആരെന്നു പറയണം. ചോദിപ്പിൻ നിങ്ങൾ ചെന്നു ഭീഷ്മരോട് അവനെന്നാൽ ബോധിപ്പിച്ചിടുമെന്നെ നിങ്ങൾക്കു വടി പോലെ. ചെന്നവർ ചോദിച്ചപ്പോൾ ഭീഷ്മരും ദ്രോണരെന്നാൻ ചെന്നിനി നിങ്ങൾ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നിടുവിൻ. ചെന്നിതു കുമാരന്മാർ തമ്മോടും ഭരദ്വാജൻ നന്നായി വന്നതെന്നു ചൊല്ലിനാൻ. ഗംഗാദത്തൻ വന്ന കാരണം ചോദിച്ചിടിനാനതു നേരം
ധന്യനാം ഭരദ്വാജൻ ചൊല്ലിനാൻ പരമാർത്ഥം. അഗ്നിവേശാഖ്യനാകും മാമുനി തന്നോടു ഞാൻ അസ്ത്രങ്ങൾ പഠിപ്പാനാ ചെന്നിരുന്നതു കാലം. പാഞ്ചാല രാജപുത്രനാകിയ യജ്ഞസേനൻ വാഞ്ചയാ കൂടെ പഠിച്ചിടിനാൻ മയാപുര. സബ്രഹ്മചാരിയാകും യജ്ഞസേനനും ഞാനും സുബ്രഹ്മണ്യനും രാമദഗ്നനും എന്ന പോലെ വിദ്യയും അഭ്യസിച്ചു മരുവീടിന കാലം. വിദ്വാനാം നൃപസുതനെന്നോടു ചൊല്ലിടിനാൻ, ഞാനിനി രാജാവായാൽ എന്നുടെ രാജ്യമൊക്കെ ജ്ഞാനിയാം ഭവാൻ അധീനത്വമാക്കുവനല്ലോ. പിന്നെ ഞാൻ വേട്ടു പുത്രനുണ്ടായോരനന്തരം ചെന്നപ്പോൾ അവനെന്നെ ധിഖരിക്കയും ചെയ്താൻ. വന്നതും അവിടെ നിന്നിപ്പോൾ ഞാൻ മഹാമതേ ധന്യനാം ഭവാൻ തന്നെ കാൺമാനെന്നറിഞ്ഞാലും. എന്നതു കേട്ടു ഭീഷ്മർ തന്നുടെ പൗത്രന്മാരെ നന്നായി പഠിപ്പിപ്പാൻ അവിടെ വെച്ചുകൊണ്ടാൻ. അക്കാലം ബാലന്മാരെ ശിക്ഷിച്ചു പഠിപ്പിച്ചു വിഖ്യാത കീർത്തിയോടും അവിടെ വാഴും കാലം. ഒരു നാൾ ഭരദ്വാജൻ രഹസ്യ വിളിച്ചുടൻ കുരുവീരന്മാരാകും ശിഷ്യരോടുര ചെയ്തു, എന്നുടെ മനോരഥം നിങ്ങൾ സാധിപ്പിക്കണം. എന്നതു കേട്ടു ധാർത്തരാഷ്ട്രന്മാർ മിണ്ടിയിലേതും. അന്നേരം ധർമ്മപുത്രൻ തന്നുടെ മുഖം നോക്കി നിന്നൊരു സവ്യസാചി ചൊല്ലിനാൻ തെളിവോടെ, നിന്തിരുവടിയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഞാൻ അന്തരമില്ല സാധിപ്പിച്ചു കൊള്ളുവനല്ലോ. തെളിഞ്ഞു ഭരദ്വാജൻ അതു കേട്ടർജുനനെ പുണർന്നു ഗാഠം ഗാഠം മുകർന്നു ശിരസിങ്കൽ. ആനന്ദാശ്രുക്കളോടും അശ്വത്ഥാമാവു തന്നെ മാനമേറിടും ജിഷ്ണു തന്നുടെ കയ്യിൽ നൽകി നിനക്കു സഹീവനെന്നതും അരുൾ ചെയ്താൻ. കനക്കമോദം പൂണ്ടു പുണർന്നാൻ പാർത്ഥനപ്പോൾ നാനാദേശന്മാരായ രാജപുത്രന്മാരോടും ദ്രോണരും പഠിപ്പിച്ചു കൗരവന്മാരെയെല്ലാം. പാർത്ഥനോടുള്ളിൽ സ്പർദ്ധ രാധേയനുണ്ടായി വന്നു. ധാർത്തരാഷ്ട്രന്മാർ തമ്മയാശ്രയിച്ചിരിക്കയാൽ ഗുരുശുശ്രൂഷാരതനാകിയ വിജയനെ പെരുക സ്നേഹമുണ്ടായി വന്നിതു ഗുരുവിനും. അന്നം ഫൽഗുനൻ ഇരുട്ടത്തു നീ കൊടുക്കരുതെന്നു പാചകൻ തന്നോടാചാര്യൻ അരുൾ ചെയ്താൻ. അന്നൊരു നിശി പാർത്ഥൻ ഭുജിപ്പാനിരിക്കുമ്പോൾ വന്നു ദീപത്തെ പൊലിച്ചിടിനാൻ ചണ്ഡവാദം. അഭ്യാസബലം കൊണ്ടു ഹസ്തവും വായ്ക്കൽ ചെന്നിതപ്പൊഴുതതു കണ്ടു നിത്യവും. പിന്നെ പാർത്ഥൻ രാത്രിയിൽ താനെ നിന്നു സാധിച്ചിടുന്ന കാലം. പാർത്ഥന്റെ ഗുണനാദം കേട്ടാശു ഭരദ്വാജൻ സന്തോഷത്തോടുകൂടെ ചെന്നുടനാശ്ലേഷിച്ചു കുന്ദീനന്ദനൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ. ഉത്സാഹമിത്രയുണ്ടായി മറ്റൊരു ധനുർധരൻ ത്വത്സമനായിട്ടില്ല സത്യമെന്നതു നേരം. തേരിലും മാനമേലും കുതിരമേലും പിന്നെ പാരിലും നിന്നു യുദ്ധം ചെയ്യേണ്ടും പ്രകാരങ്ങൾ. ഗദയും അസിചർമ്മ തോമര പ്രാസശക്തി മുസലാധ്യായുധങ്ങൾ. സങ്കീർണയുദ്ധത്തിലും സുഖമേ പരിശ്രമിപ്പിച്ചിതു പലതരം നിഖില രാജകുമാരന്മാർക്കും ഔവണ്ണമേ. പറഞ്ഞാൻ നിഷാദരാജാവായി മരുവുന്ന ഹിരണ്യധനുസിൻ്റെ തനയൻ ഏകലവ്യൻ അടിയനെയും കൂടെ പഠിപ്പിക്കണമെന്നതുടനെ കേട്ടു ഭരദ്വാജനും അരുൾ ചെയ്തു. എന്നോടുകൂടി നിത്യം അഭ്യസിക്കയും വേണ്ട, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിടുവനെന്നാൽ മതി.
എന്നുടെ ശിഷ്യൻ തന്നെ നീയെന്നു ധരിച്ചാലും ഇന്നു തൊട്ടിനി അങ്ങു പൊയ്ക്കൊള്ളുകേ വേണ്ടുതാനും. വന്ദിച്ചു പോയിട്ടവൻ അരണ്യം തന്നിൽ ചെന്നു മണ്ണുകൊണ്ടൊരു ഗുരു തന്നെ രൂപം തീർത്തു. ഗുരുവെ സങ്കൽപ്പിച്ചിട്ടഭ്യസിച്ചേടും കാലം പെരുകെ വിദഗ്ധനായി വന്നാനെന്നതേ വേണ്ടു. അക്കാലം നായാട്ടിനായി ആചാര്യ നിയോഗത്താൽ പുക്കിതു യുധിഷ്ഠിരനാദികൾ വനദേശം. ഏകലവ്യനെ കണ്ടു കുരച്ചു സാരമേയം വേഗമോടേഴു ശരമവനും പ്രയോഗിച്ചാൻ. അമ്പുകൊണ്ടടൽ പൂണ്ടു മുമ്പിൽ വന്നിതു നായും വമ്പരാം കുമാരന്മാരൻപു പൂണ്ടതു നേരം. ആരെന്നു തിരയുമ്പോൾ ഏകലവ്യനെ കണ്ടു വീരന്മാർ ചോദിച്ചിതു നീയാരെന്നതു നേരം. ഹിരണ്യധനുസിന്റെ തനയൻ ഏകലവ്യൻ ഭരദ്വാജാത്മജന്റെ ശിഷ്യരിൽ മുമ്പനല്ലോ. അതു കേട്ടോരു കുമാരന്മാരും പുരംബുക്കാർ. തതനു ധനഞ്ജയൻ ദ്രോണരോടുണർത്തിച്ചാൻ. നിനക്കു സമനായിട്ടെനിക്കു ശിഷ്യരില്ലെന്നനുജ്ഞ തന്നതിപ്പോൾ അസത്യമായും വന്നു. കണ്ടിതു വനത്തിൽ നിന്നേകലവ്യനെ അവനുണ്ടാക്കി പരിഭവം ഞങ്ങൾക്കെന്നറിഞ്ഞാലും. അതു കേട്ടൊരു ദിനം അർജുനനോടും കൂടി പുതുകാലടവിപുക്കിടിനാൻ ദ്രോണാചാര്യൻ. നമസ്കാരവും ചെയ്തു ഭക്തിയോടേകലവ്യൻ ക്രമത്താൽ അടവുകൾ കാട്ടിനാൻ കുറ്റം തീർപ്പാൻ. ശ്രമിച്ചതെല്ലാം നന്നു പിഴച്ചിലൊന്നും ഇനി നമുക്കു ശിഷ്യനെങ്കിൽ ദക്ഷിണ ചെയ്തിടുന്നാൻ. ദക്ഷിണ വേണമെന്നതെന്തെന്നവൻ ചോദിച്ചപ്പോൾ ദക്ഷിണാങ്കുഷ്ടം മുറിച്ചെനിക്കു നൽകിയിടുന്നാൻ. ദക്ഷിണ ചെയ്താനവൻ ദക്ഷിണാങ്കുഷ്ടമപ്പോൾ ദക്ഷനായി വന്നാനവൻ മുന്നേതിലേറ്റമപ്പോൾ. സത്യതൽപരത്വവും ഭക്തിയും കണ്ടു പാർത്ഥൻ എത്രയും ബഹുമാനിച്ചിടിനാൻ അവനെയും. യാത്രയും ചൊല്ലി പുനരാസ്തയാ വരം നൽകി പാർത്ഥനുമായി ചെന്നു ഹസ്തിനപുരം പുക്കാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ